ജാഫർക്കെ നിക്കാന്ന് വിളിക്കുമ്പോ സീനിൽ പുള്ളി നിക്കാന്ന് വിളിക്കുമ്പോ ഇക്ക തിരിഞ്ഞു നോക്കും. ഇക്ക ഇവളെന്നെ എപ്പോ ഇക്കാന്ന് വിളിച്ചിട്ട് ഞാനാ തിരിഞ്ഞു നോക്കുന്നത് പറയും. ഇപ്പൊ ഇവളെന്നെ ഇക്കാന്ന് വിളിക്കുന്നത് കൊണ്ട് റൊമാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ ഇപ്പം കിഷ്കിന്റെ കൂടെ വന്നതോടുകൂടെ നിങ്ങളുടെ കോമ്പിനേഷന് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ സാറിന്റെ ത്രില്ലറുകളെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അതിനകത്തൊരു എക്സ്പെക്ടേഷൻ വന്നു തുടങ്ങുന്നുണ്ടല്ലോ. എനിക്ക് ഈ കോമ്പിനേഷൻസിനെ പറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, ഈ സിനിമകൾ വ്യത്യസ്തമാകുമ്പോൾ ആക്ടേഴ്സ് ഒരു പക്ഷേ കോമ്പിനേഷൻ ആയിരിക്കും, ക്യാരക്ടേഴ്സ് തമ്മിൽ ആ ഒരു കെമിസ്ട്രി ആയിരിക്കണം എന്നില്ലല്ലോ. ഈ ആക്ടേഴ്സ് തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് എപ്പോഴെങ്കിലും ക്യാരക്ടർ ആക്ടർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? കോംപ്ലക്സ് ആക്കി കൃത്യമായിട്ട് നമ്മളും എപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. കാര്യം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇവളെന്നെ ഇക്കാന്ന് വിളിക്കുന്നത് കൊണ്ട് റൊമാൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് ഇവളോടുള്ളൊരു റിലേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെയൊക്കെ ഒരു സിസ്റ്റർലി വൈബാണ് എനിക്ക് ഞാൻ ഇവളോട് കാണിക്കാറുള്ളത്. അപ്പൊ നമുക്ക് റൊമാൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശരിക്കും അത്, പക്ഷെ ഒരിക്കലും എനിക്കൊന്നും സ്ക്രിപ്റ്റിൽ അതുണ്ട്, സിറ്റുവേഷൻസിൽ അതിലുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ ബോണ്ടിങ് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യില്ലെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. നമ്മള് ബിടെക്കിൽ ഇപ്പൊ നമ്മള് ഒരു കപ്പിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബിടെക് പറഞ്ഞ മാതിരി ആൾക്കാർക്ക് ആ കോമ്പിനേഷനും ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അത് നമ്മൾ ഒരുപാട് അത് ചിന്തിച്ച് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ ആ സീൻ കിട്ടുമ്പോ അത് ചെയ്യാ കഴിഞ്ഞു, അത് അത്രേ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ അയ്യോ എനിക്ക് എന്റെ ചേട്ടനെ പോലത്തെ ഒരാളുടെ കൂടെ ഞാൻ ഇങ്ങനെ റൊമാൻസ് ചെയ്ത് ഞാൻ ചിന്തിച്ചാൽ ഞാൻ പണി പാടും. എനിക്ക് ഒരിക്കലും അഭിനയിക്കാൻ റൊമാൻറ്റിക്കലി അഭിനയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഞങ്ങള് ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഈ ബിടെക്കില് ജാഫർക്കെ നിക്കാന്ന് വിളിക്കുമ്പോ സീനിൽ പുള്ളി നിക്കാന്ന് വിളിക്കുമ്പോ ഇക്ക തിരിഞ്ഞു നോക്കും. ഇക്ക ഇവളെന്നെ എപ്പോ ഇക്കാന്ന് വിളിച്ചിട്ട് ഞാനാ തിരിഞ്ഞു നോക്കുന്നത് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു സീൻ കിട്ടുമ്പോ അത് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആക്ടേഴ്സ് ആണ്. അപ്പം അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒട്ടും അതിന് സ്ട്രെസ് കൊടുക്കാണ്ട് ചെയ്യാറുണ്ട്.